പുരുഷനെ വേട്ടയാടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവരെ കൂടി ജയിലിലടയ്ക്കും എന്നതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രാഹുൽ ഈശ്വർ. ഞാൻ 16 ദിവസത്തോളം ജയിലിൽ കിടന്നത്. അതെ 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 അവിടെ അത് ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. ആ പ്രതിയെ നമ്മൾ മറ്റുള്ള ആളുകൾ കുറ്റക്കാരനാക്കുകയാണ്. കോടതി കുറ്റക്കാരൻ, അത് വലിയൊരു അത് ശരിക്കും കുറ്റാരോപിതൻ, അതാണ് കറക്റ്റ് വാക്ക്. മറുഭാഗത്ത് കോടതിയുടെ പേരെന്ന് പറഞ്ഞാൽ പരാതിക്കാരി വേഴ്സസ് കുറ്റാരോപിതൻ, അങ്ങനെ വേണം. ഇപ്പൊ യഥാർത്ഥത്തിൽ അതിജീവിത വേഴ്സസ് വേട്ടക്കാരൻ എന്നാണ് പറയുന്നത്. എന്തിനാ? ഇപ്പൊ ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനാണോ? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടക്കാരനാണോ നമ്മൾ വിളിക്കുന്നത്? അപ്പൊ അങ്ങനെയല്ല നമ്മൾ ഈ വിഷയം കാണേണ്ടത്. നോർത്ത് ഇന്ത്യയെ കണ്ടത് സാക്ഷാൽ ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ താരമാണ്. ഷാറൂഖ് ഖാന്റെ മകനെ ഒരു കള്ളക്കേസിൽ കുടുക്കി 26 ദിവസം ജയിലിട്ടിരുന്നു. നമ്മുടെ നമ്പി നാരായണൻ ചാരക്കേസ്, ചില ആൾക്കാർക്ക് ഓർമ്മ കാണും, ചാരക്കേസിൽ ഇന്ത്യയുടെ ചാരരഹസ്യങ്ങൾ ചോർത്തി എന്ന് പറഞ്ഞ് 50 ദിവസം നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ ജയിലിൽ കിടന്നു. അപ്പൊ ഈ കള്ളക്കേസ് കൊടുക്കാനുള്ള വലിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഇല്ലാതാക്കുകയാണ് താങ്കൾ അടക്കമുള്ള ഡിജിറ്റൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും ചെയ്യുന്നത്. ഞാൻ വിളിച്ചത് ഇപ്പൊ എന്താ വെച്ചാല്, നിങ്ങളിപ്പോ എന്താ പറയാ, എങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോ സമകാലിക വിഷയത്തില് ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന ഏക വ്യക്തി എന്ന് പറയാം നിങ്ങൾ മാത്രമാണ്. അത് ഇപ്പൊ ഇന്നലത്തെ പ്രോഗ്രാം ആയിക്കോട്ടെ, ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് എതിർപ്പുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. എത്ര എതിർപ്പുകൾ വന്നിട്ടും അതിനെ ശരിക്കും ഡിഫെൻഡ് ചെയ്തുകൊണ്ട്, ഇത്രത്തോളം ഡിഫെൻഡ് ആരും ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ഏതൊരു വാർത്താ മാധ്യമത്തിൽ കാണുന്ന ഏത് വീഡിയോ ആയിക്കൊള്ളട്ടെ, ചില ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസറബിൾ ചെയ്യാൻ കഴിയാതെ പതറുന്നുണ്ട്. പക്ഷെ സത്യം പറയാലോ, നിങ്ങളെ ഓരോ വീഡിയോസും അതിനെതിരെ നിങ്ങൾ സംസാരിക്കുന്ന രീതിയും കാണുമ്പോൾ റിയലി എന്താ പറയാ, ഹാപ്പിയാണ്. നിങ്ങളുടെ സൗഹൃദം എനിക്ക് ലഭിച്ചതിൽ അതിലും വളരെയേറെ സന്തോഷമുണ്ട്. എനിവേ, താങ്ക് യു.